എൻ.എം. വിജയൻ ആത്മഹത്യ ചെയ്തതിനു ശേഷം നിരവധി തവണ ഈ വീട്ടിലേക്ക് കോൺഗ്രസ് നേതാക്കളൊക്കെ വരുന്നു. അവർക്ക് ആശ്വാസം പകരുന്ന വാക്കുകൾ നൽകുന്നു. കോൺഗ്രസ് അത് പാർട്ടി മാത്രമല്ല, നേതാക്കളൊക്കെ തന്നെ പാർട്ടിക്കൊപ്പമാണ്, ക്ഷമിക്കണം, ഈ എൻ.എം. വിജയന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പലയാവർത്തി പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും 10 ലക്ഷം രൂപ കൊടുത്ത് കണ്ണിൽ പൊടിയിടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോഴും ആ കുടുംബം പറയുന്നത് എന്തെങ്കിലും തങ്ങളുടെ കുടുംബത്തിന് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദിത്തം ഐസി ബാലകൃഷ്ണൻ എം.എൽ.എക്ക് ആയിരിക്കും എന്ന ഒരു കർശനമായ ഒരു നിലപാടാണ് ഇപ്പോൾ ആ മകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ജോഷ്ലയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ജോഷ്ല, ഇന്നും പ്രിയങ്ക ഗാന്ധിയെ കാണാൻ സാധിക്കാതെ അവർക്ക് മടങ്ങേണ്ടി വരികയാണ്. ആ ഒരു വിഷമ സാഹചര്യം നമ്മളൊക്കെ അല്പസമയം മുമ്പ് കണ്ടതാണ്. ആ മകളുടെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട് എന്താണ് അവർ അനുഭവിക്കുന്ന വിഷമം എന്നുള്ളത്. കാരണം തങ്ങൾ അനുഭവിച്ചിട്ടില്ല ആ പണം, എന്നിട്ട് പോലും ആ കാശ് തങ്ങൾക്ക് നൽകേണ്ടി വരികയാണ്. അതുപോലെ തന്നെ പല കേസുകളും തൻ്റെ ഭർത്താവിൻ്റെ പേരിലേക്ക് ഇപ്പോൾ ആക്കിയിരിക്കുന്നു. 2.5 കോടിയിലധികം രൂപ അതെങ്ങനെ വീട്ടും എന്ന് അറിയില്ല എന്ന് പറയുന്നു. വിവരങ്ങൾ ഭദ്ര, അല്പസമയം മുമ്പാണ് എൻ.എം. വിജയന്റെ കുടുംബം, മകനും മകന്റെ ഭാര്യയും അടങ്ങുന്ന കുടുംബം മാധ്യമങ്ങളെ കണ്ടത്. അവർ ഉച്ച മുതൽ ഇവിടെ ആ വഴിയോരത്ത് നിൽക്കുകയായിരുന്നു. അവിടെ നിന്നും പ്രിയങ്കയെ ഒന്ന് കാണാൻ വേണ്ടി, അവരോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി, നിവേദനം സമർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. എന്നാൽ കോൺഗ്രസ്സുകാരോ അതുപോലെ തന്നെ പ്രിയങ്കയുമായി ബന്ധപ്പെട്ട ആരും അവരെ തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് മാധ്യമ വാർത്തയായി. അപ്പോഴാണ് പ്രിയങ്കയുടെ PA അവരെ കണ്ട് ഇവിടെ ഓഫീസിനുള്ളിലേക്ക് കയറ്റിയിരുത്തുന്നത്, പ്രിയങ്കയെ കാണാമെന്നുള്ള വാഗ്ദാനം നൽകുന്നത്. എന്നാൽ പ്രിയങ്ക വന്നിട്ട് അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല എന്ന് വേണം പറയാൻ. അവർ നോക്കി നിന്നതല്ലാതെ പ്രിയങ്ക അതിലൂടെ കടന്നു പോവുക മാത്രമാണ് ചെയ്തത്. അവരുടെ കയ്യിൽ നിന്ന് നിവേദനം പോലും വാങ്ങാൻ തയ്യാറായില്ല. അവർക്ക് പറയാനുണ്ടായിരുന്നത് ഏറ്റവും അവസാനം അവർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പോൾ പോവുകയാണ് ഉണ്ടായത്. അവർ പറഞ്ഞത് 2.5 കോടി രൂപ കഴിഞ്ഞ ഡിസംബറിൽ കടമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. സണ്ണി ജോസഫ് അടക്കമുള്ള ഉപസമിതിക്ക് തങ്ങൾ ഇതിന്റെ എല്ലാ രേഖകളും സമർപ്പിച്ചാണ്. ഇത് ശരിയാണ് എന്നുള്ളത് ഉപസമിതി അടക്കം അംഗീകരിച്ചതുമാണ്. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും മുന്നോട്ട് നീങ്ങിയില്ല. 10 ലക്ഷം രൂപ 1.5 മാസം മുൻപ് നൽകിയിരുന്നു. 2.5 കോടി കടബാധ്യത, ബാങ്കിൽ കടബാധ്യതയുണ്ട്. സ്വർണ്ണ പണയമായും ഭൂമി പണയം വെച്ചും ഒക്കെയുള്ള കടബാധ്യതകൾ ഇപ്പോഴും ബാങ്കിലുണ്ട്. അവിടെ നിന്നും പലിശ സഹിതമാണ് മറ്റുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നോട്ടീസ് അടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ പേരിൽ നോട്ടീസ് വരുന്നത് ഇപ്പോൾ മകന്റെ പേരിലേക്ക് നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. 2.5 കോടി രൂപ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു 2.5 കോടി രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നത്. അതിപ്പോൾ പലിശ വർദ്ധിച്ച് അതിലും മേലെ ആയി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പോലും കോൺഗ്രസ് നേതൃത്വം തിരിഞ്ഞു നോക്കുന്നില്ല. അന്ന് ഒരുപാട് പേർ വീട്ടിലേക്ക് എത്തിയിരുന്നു. കോൺഗ്രസ് കുടുംബത്തോടൊപ്പം ഉണ്ട് എന്നൊക്കെ വാഗ്ദാനം നൽകിയിരുന്നു. പ്രിയങ്ക ഗാന്ധി അടക്കം അന്ന് നൽകിയ വാഗ്ദാനമാണ്. എന്നാൽ ഇന്ന് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പ്രിയങ്ക പോലും കാണാതെ പോവുകയാണ് ഉണ്ടായത്. തങ്ങൾ ഇപ്പോഴും തെരുവിലാണ് എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ 10 ദിവസം കൂടി തങ്ങൾ കാത്തിരിക്കും. ആ 10 ദിവസത്തിനുള്ളിൽ ഇത്തരത്തിൽ ഒരു നടപടി, ബാങ്കുകളിലെ കടം ഇല്ലാതാക്കിയാൽ അല്ലെങ്കിൽ ബാങ്കുകളിലെ കടം അടച്ചു തീർക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെങ്കിൽ തങ്ങൾ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഈ ഒരു കടം ഇല്ലാതാക്കും. അങ്ങനെ കടം ഇല്ലാതാക്കിയാൽ തങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ വഴിയുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് എന്ത് സംഭവിച്ചാലും ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ഐസി ബാലകൃഷ്ണൻ MLA ആയിരിക്കും എന്ന് അവസാനം പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും എൻ.എം. വിജയന്റെ കുടുംബം പുറത്തേക്ക് പോയത്. ഭദ്ര. ശരി ജോഷ്ല, വ്യക്തമാണ്. എൻ.എം. വിജയന്റെ മകളുടെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ആ കുടുംബത്തിൻ്റെ, അതായത് 10 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം അറിയിക്കണം എന്ന് പറയുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ ആരെങ്കിലും, അതായത് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നട്ടെല്ലുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടെങ്കിൽ പറയണം, ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞോളൂ. അതാണ് ആ മകൾ പറഞ്ഞത്. പറ്റില്ല എന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ തങ്ങൾ തന്നെ തീരുമാനിച്ച് തങ്ങൾ തന്നെ അത് നടപടികളിലേക്ക് കടക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഏക ഉത്തരവാദി അത് ഐസി ബാലകൃഷ്ണൻ MLA ആയിരിക്കും എന്നുള്ളൊരു കർശനമായ നിലപാട് ആ മകൾ സ്വീകരിച്ചിരിക്കുന്നു.